അങ്ങനെ ഞങ്ങളുണ്ടാക്കിയ PVC പൈപ്പ് കയാക്കിൽ കടമക്കുടി കള്ളുഷാപ്പ് ലക്ഷ്യമായിട്ട് യാത്ര തുടങ്ങി. കുറച്ച് ഭാഗം കാറ്റും കോളും ഉള്ളതിനാൽ വളരെ റഫായിട്ടുള്ള വെള്ളമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കയാക്കിന് യാതൊരു കുഴപ്പമില്ലാതെ സ്റ്റേബിളായിട്ട് തന്നെ നിന്നതുകൊണ്ട് സേഫായിട്ട് അക്കരെ എത്തി യാത്ര തുടർന്നു. പിന്നീടുള്ള യാത്ര കാറ്റടിക്കാത്ത ശാന്തമായ ജലാശയങ്ങളിലൂടെ തുടർന്നു. അങ്ങനെ ഈ വന്ന ബോട്ടിൻ്റെ പുറകെ കടമക്കുടിയിലേക്കുള്ള ചാനലിലേക്ക് തിരിഞ്ഞു. ഈ ഒരു കനാല് വീതി കുറവായിരുന്നെങ്കിലും ടൂറിസ്റ്റുകളെയും കൊണ്ടുള്ള ബോട്ടുകളാലും ചെമ്മീൻ പാടങ്ങളാലും വളരെ പ്രകൃതിരമണീയമായ ഒരു ഭാഗത്തൂടെ തന്നെയായിരുന്നു യാത്ര. മോട്ടറിനെ പൈപ്പ് കൊണ്ട് തിരിച്ചായിരുന്നു സ്റ്റിയറിങ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ നല്ല സ്റ്റിയറിങ് റെസ്പോൺസാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സ്ട്രെച്ചിലൂടെ യാത്ര അങ്ങ് തുടർന്നു. മലകളും സിറ്റികളും റോഡുകളും ഒക്കെ ലോകത്തിൽ എവിടെ പോയാൽ കാണാം. പക്ഷേ കേരളത്തിനെ ഗോഡ് സോൺ കൺട്രി ആക്കുന്നത് അതിൻ്റെ കായലുകളും ജലാശയങ്ങളും നദികളും തന്നെയാണ്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. ഇതാണ് കടമക്കുടി. എറണാകുളത്തെ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വെച്ചിരിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പാലത്തിനടി വഴി പെരിയാറിലേക്ക് പതുക്കെ കടന്നു. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ഇഷ്ടംപോലെ കയാക്കേഴ്സും ബോട്ടുകളും ഫിഷിംഗ് ബോട്ടുകളും എല്ലാം കൂടെ ആയിട്ട് ആകെപ്പാടെ ഒരു രസകരമായ ഒരു സ്ഥലമായിരുന്നു. പെഡല് കൊണ്ടുള്ള ചവിട്ടിയും ഒരു ഇലക്ട്രിക് മോട്ടറും കൂടെ കൂടിയുള്ള ഒരു ഹൈബ്രിഡ് പവർ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കയാക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം കടമക്കുടി കള്ളുഷാപ്പിലെത്തി. ഏതായാലും ഏറ്റത്തിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് തന്നെ വള്ളത്തിനെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് തിരിച്ച് ഷാപ്പിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. പിന്നെ ഷാപ്പിൽ കയറി ഒരു ഗ്ലാസ് നല്ല ഫ്രഷ് കള്ളും പിന്നെ ഒരു കുപ്പി വീട്ടിലേക്ക് അപ്പം ഉണ്ടാക്കാനും മേടിച്ചുകൊണ്ട് പതുക്കെ യാത്ര തിരിച്ചു. നമ്മുടെ മാണിക്യ ചെമ്പഴുക്ക ദൂരെ പടിഞ്ഞാറൻ കടലിൽ താന്നുകൊണ്ടേയിരുന്നു. മനോഹരമായ ഒരു സൂര്യാസ്തമയം. ഇതാണ് പുഴയിൽ നിന്നുള്ള ആ ഷാപ്പിൻ്റെ ഒരു വ്യൂ. നല്ല രസകരമായൊരു സ്ഥലമാണ്. ഒന്ന് നന്നായിട്ട് കുലുങ്ങി എന്നല്ലാതെ ആ പോയ ബോട്ടിൽ നിന്നുള്ള ഓളങ്ങളൊന്നും ഞങ്ങളുടെ വള്ളത്തിനെ അധികം ബാധിച്ചില്ല. ഫിഷിംഗ് വള്ളങ്ങൾ
ടൂറിസ്റ്റ് ബോട്ടുകളും അപ്പോഴും പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ കടമക്കുടി പാലം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ഇരുട്ടിയായിരുന്നു. ബാക്കിയുള്ള ട്രിപ്പ് ഞങ്ങളുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിലായിരുന്നു. എക്കാലവും ഓർമ്മിക്കാവുന്ന മധുരമായ ഒരു യാത്രാനുഭവമായിരുന്നു അത്.